സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എഴുതാൻ പോകുന്ന കേരള PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഓരോ പരീക്ഷയ്ക്കും സിലബസ് ഉണ്ട്. കോമൺ ആയിട്ട് +2, 10th ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കുള്ള സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഇതൊരു സീരീസ് പോലെ നിങ്ങളൊരു ചാലഞ്ച് പോലെ അക്സെപ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണമുണ്ടാകും. കൂട്ടുകാരെ, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഓരോ 25 ചോദ്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ് വിജയമന്ത്രം സീരീസിൽ കേരള ഗവേണൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്ര മാർക്ക് ലഭിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ് നമ്മൾ ഇതൊക്കെ ടെലഗ്രാമിൽ എടുക്കുന്ന ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറയുകയാണ്. ഫസ്റ്റ് ക്ലാസ് ആണ്, കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കേരള ഗവേണൻസിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഒരു എക്സാം പോലെ നിങ്ങൾ എഴുതി നോക്കുക, പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് പറഞ്ഞത്? എൻ ഗ്ലാഡൻ ആണ്. SCERT ഫാക്ട് ആണ്. അവിടെയാണ് ഈ പേരുകൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. നോക്കൂ, വുഡ്രോ വിൽസൺ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ. നിങ്ങൾക്കറിയാം, സർവ്വരാജ്യ സഖ്യവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ വുഡ്രോ വിൽസനെ പഠിച്ചിട്ടുണ്ടാവും. പൊതുഭരണത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കും. പൊതുഭരണത്തിന്റെ പിതാവ് പഠിച്ചു വെക്കുക, വുഡ്രോ വിൽസൺ ആണ്. എന്നാൽ നല്ലൊരു ചോദ്യമാണ്, ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് പോൾ H. ആപ്പിൾബി. ഇന്ത്യയിലേക്ക് വരുമ്പം പൊതുഭരണം, എല്ലാവരും പൊതുഭരണം ഭരിക്കുന്ന ആളുകളെ നല്ല ആപ്പിളൊക്കെ കഴിക്കണം അറിയിക്കുക. ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് പോൾ H. ആപ്പിൾബി. പഠിച്ചു വെക്കുക, ചോദ്യം വരും. നോക്കൂ കൂട്ടുകാരെ, പൊതുഭരണം അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം എന്നൊരു പദം അവിടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോ പൊതുഭരണത്തിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ, നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെ എഴുതുക? ബ്യൂറോക്രസി. ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എറർ ആയിട്ട് ചോദിക്കാറുണ്ട് ബ്യൂറോക്രസി. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുറിച്ച് എഴുതുക. ബി എന്ന് എഴുതുക. എന്തിനെങ്ങനെ എഴുതുക? യൂറിയ അല്ലെ, യൂറിയ എന്ന് എഴുതുക. ബി യൂറിയ, വീണ്ടും ഒരു യു എഴുതുക. ക്രേസി എന്ന് എഴുതുക, ക്രേസി അല്ലെ. അപ്പൊ ബി യൂറിയ യു ക്രേസി അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന പദം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻസെന്റ് ഡി ഗൗർണിയാണ്. പേരെന്താണ്? വിൻസെന്റ് ഡി ഗൗർണി. നിങ്ങൾക്ക് ഒരു പക്ഷേ എന്റെ പിറകിലായിട്ട് കാണുന്നുണ്ടാവില്ല, ഇപ്പൊ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം വിൻസെന്റ് ഡി ഗൗർണിയാണ്. പൊതുഭരണത്തിന്റെ പിതാവ് വുഡ്രോ വിൽസൺ ആണ്. ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് പോൾ H. ആപ്പിൾബി ആണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കീഴിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ. ചില ആർട്ടിക്കിൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം കുഞ്ഞുങ്ങളെ. നോക്കൂ, പ്രത്യേകിച്ച് കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില ആർട്ടിക്കിളുകളാണ് 309, 310, 312, 15 ഒക്കെ. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് കാലാവധി എന്ന് പറയുന്ന സമയത്ത് തെറ്റണ്ട, 310 ആണ്. 10 കാലാവധി എന്ന് ആലോചിക്കുക. എങ്ങനെയാടാ? ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കീഴിൽ വരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനവും അവരുടെ സേവന വ്യവസ്ഥകളൊക്കെ പറയുന്നത് 309 ആണ്. ഇതാ ഇവിടെ ഫസ്റ്റ് ഞാൻ ഏരോ മാർക്ക് കൊടുക്കുന്നു. ഈ പറയുന്ന കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളും കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നിയമനവും സേവന വ്യവസ്ഥകളൊക്കെ ആർട്ടിക്കിൾ 309 ആണെങ്കിൽ ആർട്ടിക്കിൾ 310 ആണ്. ഇതാ കാലാവധി. വളരെ ശ്രദ്ധിക്കണം. 11, ആർട്ടിക്കിൾ 311 നീക്കം ചെയ്യൽ. ഇതൊരു കഴിഞ്ഞ എക്സാമിന് 2 വർഷത്തിനിടയിൽ ചോദിച്ചു 2 തവണ. എന്താണ് ആർട്ടിക്കിൾ 311? ഇങ്ങനെ ചോദിച്ചു പറയും നിങ്ങൾക്ക്. +2 ലെവൽ എക്സാമിന് ചോദിച്ചു. ഭരണഘടനാപരമായ സുരക്ഷ, ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിലും കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭരണഘടനാപരമായ സുരക്ഷ. ആക്ച്വലി സുരക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ നീക്കം ചെയ്യുക, ഒഴിവാക്കുക അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കല്ലേ. എന്തൊക്കെ സാഹചര്യത്തിലാണ് ഇവരെ ഒഴിവാക്കാൻ പറ്റുക? നമുക്കറിയാം, ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ സ്ഥിരതയാണ് അല്ലെ, മറ്റ് പ്രൈവറ്റ് ജോലി പോലെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നാളെ ജോലിക്കാരാകുമ്പോൾ കിട്ടുന്ന ചില സുരക്ഷയുണ്ടല്ലോ, അത്തരം സുരക്ഷയെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 311 പറയുന്നു. 310 ഇത്തരത്തിലുള്ള കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം സേവനങ്ങളാണ്. 309. ഓക്കെ, 309 നിയമനങ്ങളും സേവനങ്ങളുമാണ്. 310 കാലാവധിയാണ്. 311 നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് പരിപാടികൾ. അതുപോലെ തന്നെ സുരക്ഷ, ഭരണഘടനാപരമായി ഇവർക്കുള്ള സുരക്ഷ ഓർത്തു വെക്കുക. ഇനി 312 എല്ലാവർക്കും അറിയാം, ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് 312 അഖിലേന്ത്യാ സർവീസ്. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. 312 അഖിലേന്ത്യാ സർവീസ് ആണെങ്കിൽ 315 PSC ആണ്. ഇത് അറിയാത്ത ആരുണ്ടാവില്ല. പഠിച്ചു വെച്ചേക്ക്. ആർട്ടിക്കിൾ 312 അഖിലേന്ത്യാ സർവീസ്, 315 PSC. 311 ഞാനിപ്പോ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുടെ നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഭരണഘടനാപരമായ സുരക്ഷയും. 309 നിയമനവും സേവന വ്യവസ്ഥകളും. 310 കാലാവധി. സെറ്റ് എന്ന് വിചാരിക്കുന്നു. അവിടെ ചേർത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കൂ, 320
PSC ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ കേന്ദ്രത്തിനെയും സംസ്ഥാന സർവീസിൽ വരുന്ന ആളുകളെ കുറിച്ചല്ല, പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലയാണ് 320. 320 പഠിച്ചു വെച്ചേക്കുക. 320 ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലയാണെങ്കിൽ 321 ഇല്ല, പിന്നീട് 22 ആണ്. 22 ചെലവാണ് റിപ്പോർട്ട്. ഇപ്പൊ PSCയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ 323. അപ്പൊ ചുമതല ദെൻ അധികം എന്നുള്ളത് ഒന്നുമില്ല, 21 വിട്ടേക്കുക. 22 ചിലവാണ്, 23 റിപ്പോർട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതാ വളരെ ഇമ്പോർട്ടന്റ്, PSC എപ്പോഴും ചോദിക്കുന്ന 2 ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 323A എന്ന് പറഞ്ഞ് നമുക്കറിയാം, പിന്നീട് ആഡ് ചെയ്താണ് അല്ലെ. 323B ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ദേശീയ ട്രിബ്യൂണലുകളെ കുറിച്ചാണ് 323A പറയുന്നത്. മറ്റു ട്രിബ്യൂണലുകളെ കുറിച്ച് 323B പറയുന്നുണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ ട്രൈബ്യൂണലുകളെ കുറിച്ച് 323A പറയുന്നുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഈ പറയുന്ന ട്രൈബ്യൂണലുകളൊക്കെ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി, അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ 2 പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു ഭേദഗതിയിലൂടെ ഒന്ന് കമന്റ് ചെയ്തേ. അതുപോലെ ഭാഗം 14 നോക്കൂ. ഭാഗം 14 ഭരണഘടനയെ അതിനുള്ളിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 308 മുതൽ ആർട്ടിക്കിൾ 323 വരെ. ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, PSC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെ, ഇതൊക്കെ വരുന്നു ആർട്ടിക്കിൾ 308 മുതൽ 323 വരെ. ഇത് ഏത് ഭാഗത്താണ്? ഭാഗം 14 പഠിച്ചു വെച്ചേക്കുക. ഭാഗം 14 308 മുതൽ 323 വരെ ആർട്ടിക്കിളുകളാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇച്ചിരി സ്പീഡ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരമാവധി പരീക്ഷ അടുത്തത് കൊണ്ടാണ്. പൊതുഭരണത്തിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെട്ടത് കണ്ടെത്തുക. വായിച്ചു നോക്കുക. വീഡിയോ സ്പീഡായി തോന്നുകയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ശരിയാണല്ലോ. ജനക്ഷേമം ഉറപ്പാക്കുക. ശരിയാണല്ലോ. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുക. ശരിയാണല്ലോ. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക. ചുരുക്കി പറഞ്ഞാൽ പൊതുഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ ഉദ്ദേശിക്കുന്നുണ്ട്. ജനക്ഷേമം ഉറപ്പാക്കണം. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തണം, പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക. 1, 2, 3, 4 എല്ലാം ശരിയാണ്. എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് പൊതുഭരണം. ഗാന്ധിജി പറഞ്ഞതാണ് അല്ലെ. എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് പൊതുഭരണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഓക്കെ. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഏതാടാ? ഗവൺമെന്റിന്റെ പരിപാടി നമ്മളിലേക്ക് എത്തിക്കുക ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥ വൃന്ദമാണ് അല്ലെ. അഖിലേന്ത്യാ സർവീസിലെ വിവിധ സംസ്ഥാന കേഡറുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഏത് അച്ചടക്ക നടപടിയും സ്വീകരിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IAS, IPS, IFS. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. അപ്പൊ ഈ പറയുന്ന അഖിലേന്ത്യാ സർവീസ് ആർട്ടിക്കിൾ 312 നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇവര് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇവരെ ഓരോരോ സംസ്ഥാന കേഡറിലേക്ക് നിയോഗിക്കും. ഇപ്പൊ അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കും. ഇപ്പൊ സംസ്ഥാനത്ത് IPS കമ്മീഷണർ അല്ലെ, നമ്മുടെ നാട്ടിലകത്ത് സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ, അവർക്കൊക്കെ ശമ്പളം കൊടുക്കാറാണ് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരാണ്. പക്ഷെ അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിൽ അത് ആർക്കാണ് അധികാരം? അത് കേന്ദ്ര സർക്കാരിനാണ്. അത് മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിനോ പ്രസിഡന്റ് അല്ലെ കേന്ദ്ര സർക്കാരിനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷതകൾ ഉൾപ്പെട്ടത് കണ്ടെത്തുക. ഉദ്യോഗസ്ഥ വൃന്ദം, നാളെ നിങ്ങൾ സർവീസിൽ കയറേണ്ട ആളുകളല്ലേ. അപ്പൊ നമ്മുടെ സവിശേഷത നോക്കണം. സ്ഥിരത. ശരിയാണല്ലോ. സ്ഥിരതയുള്ള ജോലിയും കാര്യങ്ങളൊക്കെയാണ്. ശ്രേണീപരമായ ഒരു ഘടനയാണ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു പോലീസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു സിവിൽ പോലീസ് ഓഫീസർ, SI, CI, DYSP ഇങ്ങനെ പറഞ്ഞ പോലെ ഇപ്പൊ ശ്രേണീപരമായ ഒരു സംഘടന ഏത് ഓഫീസറാണ് അങ്ങനെ തന്നെയാണ്. യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമാണല്ലേ. നിങ്ങൾക്ക് അർഹതപ്പെട്ട യോഗ്യതയ്ക്കനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്താണ്. യെസ്. രാഷ്ട്രീയ പങ്കാളിത്തം വേണോ ഉദ്യോഗസ്ഥന്മാർക്ക്? രാഷ്ട്രീയ പങ്കാളിത്തം വേണ്ട. അപ്പൊ ഇത് വേണ്ട. അപ്പൊ 1, 2, 3 മതി അല്ലെ. 1, 2, 3 മതി. ഇവിടെ രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് വേണ്ടത്. നല്ല വൈദഗ്ധ്യം വേണം. ഇത് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്. അതിനുള്ള ട്രെയിനിങ് കൊടുക്കില്ല. പോലീസ് ആണെങ്കിൽ പോലീസിന്റെ ട്രെയിനിങ് ഒക്കെ നമുക്ക് കിട്ടും. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഫോറിൻ സർവീസ് അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന അഖിലേന്ത്യാ സർവീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, IPS, IAS. അപ്പൊ അത് തെറ്റാണ്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ്. ശരിയാണ്. സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. ഫോറസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അഖിലേന്ത്യാ സർവീസാണ്. അപ്പൊ ഇതിനകത്ത് തെറ്റായത് 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ് അല്ലെ. ക്ലിയർ? അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തണം. വീണ്ടും അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസിൽ മാത്രം നിയമിക്കപ്പെടുന്നു. തെറ്റായ പ്രസ്താവനയല്ലേ. അഖിലേന്ത്യാ സർവീസ് ഞാൻ ഇപ്പൊ പറഞ്ഞു. IPS, IAS സംസ്ഥാനത്തും അല്ലെ നിയമിക്കാറുണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ തലവൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ശരിയായ പ്രസ്താവന അല്ലേ. ശരിയായ പ്രസ്താവന ക്യാബിനറ്റ് സെക്രട്ടറി തന്നെയാണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന അല്ലെ. വിവരാവകാശ ഭേദഗതി നിയമം
അവിടെ 2 പോയിന്റ് ഞാൻ അഡീഷണലി കൊടുത്തിട്ടുണ്ട്, ഒന്ന് പഠിച്ചു വെക്കുക. ദേശീയ സിവിൽ സർവീസ് ദിനം എന്നാണ്? ഏപ്രിൽ 21. ദേശീയ സിവിൽ സർവീസ് ഡേ ഏപ്രിൽ 21. അതുപോലെ തന്നെ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത്. മുമ്പ് ഒരു പരീക്ഷയ്ക്ക് എങ്ങാനും വന്നിട്ടുണ്ട് മക്കളെ, നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫോറിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രവാസി എന്നൊരു കൺസെപ്റ്റ് വരും. അപ്പൊ പ്രവാസി ഭാരതീയ ദിവസ് എന്നാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. ഒന്ന് കമന്റ് ചെയ്തേ, പ്രവാസി ഭാരതീയ ദിവസ് ഒന്ന് കമന്റ് ചെയ്തേ പിള്ളേരെ. നിങ്ങൾ പ്രവാസി ഭാരതീയ ദിവസ്, കാരണം എന്താ അറിയോ? ഞാൻ ഓപ്ഷൻ പറയുന്നില്ല, പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ് അല്ലെ. കാരണം ഇവിടെ ഒക്ടോബർ 9 ഫോറിൻ സർവീസ് ആണ്. തെറ്റിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ പറയുന്ന കേട്ടോ. ഒക്ടോബർ 9 ഫോറിൻ സർവീസ് ആണ്. ക്ലിയർ ആക്കി വെക്കുക. ഒക്ടോബർ 9 ആണ് ഏത്? ഫോറിൻ സർവീസ്. വിവരാവകാശ ഭേദഗതി നിയമം ലോകസഭ പാസ്സാക്കിയത്. വിവരാവകാശ ഭേദഗതി നിയമം ഏത് വർഷമാണ്? 2019 എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാല് ജൂലൈ മാസം 22-ാം തീയതിയാണ് ലോകസഭ പാസ്സാക്കുന്നത്. ബൈഹാർട്ട് പഠിക്കാം. 2019 ജൂലൈ 22-നാണ് ലോകസഭ, ജൂലൈ 25-ന് രാജ്യസഭ, ഓഗസ്റ്റ് 1-ന് പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇതാണ് കറക്റ്റ് പഠിക്കേണ്ടത്. 2019 ജൂലൈ 22 ലോകസഭ, ജൂലൈ 25 രാജ്യസഭ, ഓഗസ്റ്റ് 1 പ്രസിഡന്റ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ഇത് ഈ പറയുന്ന ഭേദഗതി പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. നമ്മുടെ 2005 നമ്മുടെ വിവരാവകാശ നിയമം വന്ന പോയിന്റ് അല്ലെ. മെയ് 11-ാം തീയതിയാണ് ആദ്യമായിട്ട് ലോകസഭ വരുന്നത്. മെയ് 12-ന് രാജ്യസഭ വരുന്നുണ്ട്. ജൂൺ 15 ഇമ്പോർട്ടന്റ് ആണ്, പ്രസിഡന്റ് സൈൻ ചെയ്തു അല്ലെ. ജൂൺ 15 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൂൺ 15 സ്റ്റാർ ഇട്ട് വെച്ച്. ഒക്ടോബർ 12-നാണ് നിയമം നിലവിൽ വരുന്നത് അല്ലെ. 2005 ഒക്ടോബർ 12-നാണ്. പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ടത് കണ്ടെത്തുക. പൊതുഭരണത്തിന്റെ കാര്യക്ഷമത, നിങ്ങൾ നാളെ സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി കാര്യക്ഷമതയെ ബാധിക്കുമല്ലോ, തീർച്ചയായിട്ടും ബാധിക്കും. രാഷ്ട്രീയ കൈകടത്തൽ ബാധിക്കും. ഉത്തരവാദിത്ത ബോധമില്ലായ്മ ബാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇവയെല്ലാം നമ്മുടെ കാര്യക്ഷമതയെ ബാധിക്കുന്ന വിഷയമാണ്. പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്ന വിഷയമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത്, ശരിയായ പ്രസ്താവന കണ്ടെത്തണം. വേഗം പരീക്ഷ നോക്കുക. ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഭരണഘടനാ പോസ്റ്റ് ആണ്. ഹൈക്കോടതിയിലൊക്കെ ജഡ്ജിമാരെ പോലെ ഇംപീച്ച്മെന്റ് പരിപാടി രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുക. രാജിക്കത്ത് നമുക്ക് കൊടുക്കാം, പക്ഷെ നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഏത്? ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാം ശരിയാണ്. 1, 2, 3. മക്കളെ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്, പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 243K, 243ZA, 241A ഗ്രാമസഭയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ കെയും ZAയും എന്താണ്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്, അറിയാലോ. 1993 ഡിസംബർ 3-നാണ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ആദ്യത്തെ വ്യക്തി MSK രാമസ്വാമി ആയിരുന്നു. കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? MSK രാമസ്വാമി ആയിരുന്നു. A ഷാജഹാൻ ആയിരുന്നു ഇപ്പൊ നിലവിലുള്ള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ലെ. ചുവടെ നൽകിയിരിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായത് കണ്ടെത്തണേ. സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. രാജിക്കത്ത് കുഴപ്പമില്ല, ഓക്കെ, തെറ്റായതല്ലേ. PSC അംഗങ്ങളും ഈ പറഞ്ഞ അതൊക്കെ രാജിക്കത്ത് കൊടുക്കുക ഗവർണർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി 5 വർഷം 62 വയസ്സാണ്. ഇതൊരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 62 കാണുമ്പോൾ നമ്മൾ പരീക്ഷ ഹാളെന്നാണെങ്കിൽ ചാടിക്കെട്ടി കറപ്പിക്കും. അത് ശരിയാണെന്ന് വിചാരിക്കും, പക്ഷെ ആ 5 വർഷം പറഞ്ഞാൽ തെറ്റാണ്. 6 വർഷമാണ് വരേണ്ടത്. അപ്പം ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ, ഇതാണ് ആൻസർ വരുന്നത്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങൾ നിയമിക്കുന്ന ഗവർണറാണ്, ശരിയാണ്. ചെയർമാനെ അംഗങ്ങൾ നീക്കം ചെയ്യുന്ന പ്രസിഡന്റാണ്. നീക്കം ചെയ്യാൻ ഞാൻ പറഞ്ഞു എപ്പോഴും പ്രസിഡന്റാണ്. രാജിക്കത്ത് ഗവർണർ കൊടുക്കാം. ഓക്കെ, ഭരണഘടനാ സ്ഥാപനമാണ്. PSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്നും 62 ആക്കി ഉയർത്തി. ആക്ച്വലി 60 ആയിരുന്നു, അതിന് 62 ആക്കി ഉയർത്തിയത് 41ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് 1976-ലാണെന്ന് പഠിച്ചു വെച്ചേക്കാം. നിങ്ങൾക്ക് ഭേദഗതികൾ എടുത്തു പറഞ്ഞിട്ട് ഇന്നത് പഠിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാമല്ലോ. അപ്പൊ അതുകൊണ്ട് 6 വർഷവും 62 വയസ്സുമാണ് സംസ്ഥാന PSC. കൃത്യമായിട്ട് പഠിക്കുക. സംസ്ഥാന PSC, ഓക്കെ, സംസ്ഥാന PSC ഇപ്പോഴത്തെ സംസ്ഥാന PSC പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നൊന്ന് കമന്റ് ചെയ്ത്. നിങ്ങളുടെയൊക്കെ ഹാൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടാവും, എന്നാലും കമന്റ് ചെയ്ത്. 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ, ശ്രദ്ധിക്കണം, 6ാമതാണ് കേട്ടോ, 6ാമതാണ്. ആരാണ്? MS വിജയാനന്ദ്. ആരാണ്? MS വിജയാനന്ദാണ് 6ാമത്. അപ്പൊ ഞാനിതാ 7ാമത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പഠിച്ചു വെച്ചേക്ക കൂട്ടുകാർ. 7ാമത് ആരാണ്? KN ഹരിലാലാണ്. 7ാമത് KN ഹരിലാലാണ്. ഓക്കെ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165 ആണ് അഡ്വക്കേറ്റ് ജനറൽ അല്ലെ.
അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണെന്ന് പഠിച്ചു വെച്ചേക്കുക. അഡ്വക്കേറ്റ് ജനറലെ നിയമിക്കുന്നത് ഗവർണറാണ്. തെറ്റായതല്ല വേണ്ടത്, ഇത് ശരിയായ പ്രസ്താവനയാണ്. അഡ്വക്കേറ്റ് ജനറലെ ഭരണഘടന പ്രതിപാദിക്കുന്ന കാലാവധി 6 വർഷമാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ശരിയാണെന്ന്. പക്ഷെ ഇതിനകത്ത് ഒരു അപകടമുണ്ട്. കാലാവധി ആക്ച്വലി പഠിച്ചു വെച്ചേക്കുക. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചുള്ള കാലാവധി ഭരണഘടന പറയുന്നില്ല. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 125 അഡ്വക്കേറ്റ് ജനറൽ നിയമസഭയിൽ വോട്ടവകാശമില്ല. നിങ്ങൾക്ക് അറിയാലോ, AGക്ക് ആണെങ്കിലും അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിലും AGക്ക് പാർലമെന്റും വോട്ടവകാശമില്ല, പങ്കെടുക്കാൻ പറ്റൂലേ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള PSCയുടെ ആദ്യ ചെയർമാൻ, PSCയുടെ ആദ്യ ചെയർമാൻ VK വേലായുധനാണോ KV വേലായുധനാണോ സംശയമാണോ? KS വേലായുധൻ. VK വേലായുധനാണ് അല്ലെ, VK വേലായുധനാണ്. പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കൊടുക്കില്ല PSC വിചാരിക്കട്ടോ. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നതാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 മക്കളെ പഠിക്കാൻ എളുപ്പം പറഞ്ഞുതരാം. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത് 1994 ഏപ്രിൽ 23 മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വരുന്നതോ 1994 മെയ് 30 അപ്പൊ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നപ്പോൾ കേരളത്തിൽ സംസ്ഥാനത്ത് ധനകാര്യ കമ്മീഷനും വന്നു. 94 ഏപ്രിൽ 23, 94 ഏപ്രിൽ 23 പഠിച്ചു വെക്കുക. മുനിസിപ്പാലിറ്റി ആക്ട് മെയ് 30 ഇത് കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ട്രിക്ക് നമുക്കൊക്കെ അറിയാം. എന്താണത്? ആ ട്രിക്ക് ഇതാണ്. ഏതാണ്? 73ാം ഭേദഗതി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24 അവിടെ 93 ഒന്ന് കുറവാണ്, ഏപ്രിൽ 24 ഒന്ന് കൂടുതലാണ്. പിറ്റേത്തെ വർഷം 94 ഒന്ന് കുറയും. അങ്ങനെയാണ് നമ്മൾ പഠിക്കാറ് അല്ലെ. കേരളത്തിൽ പഞ്ചായത്ത് രാജ് എന്ന് കേൾക്കുമ്പോൾ 94 അല്ലെ, ഒന്ന് കൂടി. അപ്പൊ എന്തായി? ഏപ്രിൽ ഒന്ന് കുറയും, ഏപ്രിൽ 23 അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ കേരളത്തിനകത്ത് 1994 ഏപ്രിൽ 23 ആണെങ്കിൽ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24 അല്ലേ. അപ്പൊ 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് അഥവാ 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. ഇനി 74ാം ഭേദഗതി നിലവിൽ വന്നതോ എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1993 ജൂൺ 1 ജൂൺ 1 ബൈഹാർട്ട് പഠിക്കുക. ഈ 4 ഡേറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1993 ജൂൺ 1 ജൂൺ 1 ജൂൺ 1 ജൂൺ 1. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരായിരുന്നു? നമ്മൾ ഓൾറെഡി നേരത്തെ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഇപ്പം നൗ ആള് പറഞ്ഞിരുന്നു. ആദ്യത്തെ ആള് ആരാണ്? സൂര്യനാരായണ അയ്യർ ആട്ടോ. അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് കാണുമ്പോൾ 2 ഓപ്ഷൻ ഒരുപോലെ അല്ലെ. KV സൂര്യനാണ്, സൂര്യനാരായണ അയ്യർ. സൂര്യനാരായണ അയ്യർ ആട്ടോ. സൂര്യനാരായണ അയ്യറാണ് ആദ്യത്തെ ആള്. ഓർത്ത് വെച്ചേട്ടോ, സൂര്യനാരായണ അയ്യർ. ആ പേര് ഒരു പക്ഷെ എല്ലാവരും കിട്ടിക്കോളുന്നില്ല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു 1993 ഡിസംബർ 3 കേട്ടോ. 1993 ഡിസംബർ 3. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ശരിയാണ്. അപ്പൊ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഓക്കെ ആണല്ലോ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 14 നേരത്തെ പറഞ്ഞിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേരള പഞ്ചായത്ത് രാജ് നിയമം. കേരള പഞ്ചായത്ത് രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും ഉണ്ട്. എയും ബിയും ശരിയാണ്. ഇത് രണ്ടും ശരിയാട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. കേരള പഞ്ചായത്ത് രാജ് നിയമം, കേരള മുനിസിപ്പാലിറ്റി നിയമം ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ധനകാര്യ കമ്മീഷൻ 94. ഓക്കെ. കേരള സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി. കേരള സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി ഏതാണ്? ഇപ്പൊ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? 62 വയസ്സാണ്. ഒരു വെറൈറ്റി വയസ്സായതുകൊണ്ട് പഠിച്ചു വെക്കുക. 62 വയസ്സാണ്. അപ്പൊ കൂട്ടുകാർക്ക് ഈ ക്ലാസ്സുകൾ ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. ഇതുപോലെ സീരീസ് 25-30 ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ടെലഗ്രാമിൽ കൂട്ടുകാർക്ക് കൊടുക്കുന്നതാണ്, അതിവിടെ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. താങ്ക് യു.